ചേച്ചി പള്ളിയിറങ്ങി എണീറ്റില്ലേ ചേച്ചേ? ചേച്ചി എന്താ ഉറങ്ങാൻ സമ്മതിക്കൂലേ? കിടന്ന് ഉറങ്ങും ഒരു മനുഷ്യൻ. പോണ്ടേ? എവിടെ? പടവലത്ത്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? മറ്റന്നാളെ പടവലത്ത് പോകണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ പോണ്ടേന്ന്? മറ്റന്നാളല്ല, നമുക്ക് ഒരുമിച്ച് പോവാം. ഒരുമിച്ച് പോവാം. ബൈക്കിൽ പോവാം. ബൈക്കിന് അവിടുന്ന് തേങ്ങയും ചക്കയൊക്കെ എടുക്കണം. ബൈക്കിന് ഇരിപ്പൊന്നും ശരിയാവൂല. അതെന്താ? ഞാൻ ചാക്കിലൊക്കെ കൊണ്ട് കയ്യിലോട്ട് വെച്ച് തരും. പുറകെ പിടിച്ചോണ്ടെങ്കിൽ ഇരുന്നേച്ചാ. ഞാൻ പിടിക്കൊന്നുമില്ല, പോയാടന്ന്. ഇതൊരു കഷ്ടം. അത് നമ്മൾ മറ്റന്നാളെ പടവലത്ത് പോകുന്നു. ഫിക്സ്. പടവലത്ത് പോണോ? ഞാൻ വരുന്നേ. എന്നാ പിന്നെ ബൈക്കിൽ നമുക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോവാ. 3 വേണ്ട, 4 ആക്കാം. ഞാനും പറയാം. ഗുഡ് മോർണിംഗ്. ഇതിപ്പോ എവിടുന്ന് കയറി? പുറത്തുനിന്ന് ദാ വഴിക്കോടെ. വിളിച്ച പറയൊന്നും ഇല്ലേടി വരുമ്പോ? ഇതൊക്കെ സർപ്രൈസ് അല്ലേ? അതുകൊണ്ട് വേറെ കുടിപ്പുളത്ത് അച്ഛനും അമ്മയും. ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നതാ, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടൊന്നുമല്ല. എന്നാ പിന്നെ ഇറങ്ങും. ഞാൻ അവരെ ചെന്നൈയിലോട്ട് പറഞ്ഞു വിടാം. ഇറങ്ങടി. എവിടെ? ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പൊ എണീറ്റുള്ളൂ. കഷ്ടം. ഞാൻ ഒന്ന് ബാഗ് വെച്ചിട്ട് വരട്ടെ, ചേട്ടാ കാണണം. കഷ്ടം എന്തോന്ന് കഷ്ടം? ചേച്ചി അച്ഛനും അമ്മയോടുണ്ട്. ചേച്ചി എന്താ ഈ കോലത്തില്? ശരിയുള്ള ഞാൻ ഈ കോലത്തില്. അവളെന്താ എന്നെ കണ്ടോണ്ടിനകത്തോട് ഓടുകയെ? നീ ഇപ്പൊ വെളിയിൽ നിപ്പുണ്ടായിരുന്നില്ല, എന്തിനകത്തേക്ക് ഓടി കയറി എന്നെ കണ്ടോടനെ? അല്ല, എന്നെ കണ്ട ഉടനെ അവളെന്തിനകത്തോട്ട് പോയത്? പെട്ടെന്ന് വേറെ എടുത്താണ്, അപ്പൊ ബാത്റൂമിൽ പോയി. അല്ല, എന്നാലും അതല്ലല്ലോ, എന്നെ കണ്ട ഉടനെ ഓടിപ്പോയ പോലെ എനിക്ക് തോന്നിയത്. അതെന്തിനാ അങ്ങനെ ചെയ്തേ? അതെനിക്കിനി തോന്നിയാണ്. തോന്നിയതല്ല, ഞാൻ കണ്ടതാ. അത് എനിക്കും മനസ്സിലായില്ല. ഇല്ല, ഞാൻ അയ്യോ, ഇതാര്? എപ്പോ വന്ന്? ജസ്റ്റ് ലാൻഡഡ്, അതും നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം. അയ്യോ ചക്കര. എവിടെ അച്ഛനെവിടെ? അച്ഛനെവിടെ മക്കളെ? കുഴപ്പമില്ലാത്തച്ഛൻ രാവിലെ നടക്കാൻ പോയി. എന്നിട്ട് ഏതൊക്കെ കടയിലും കയറിയിട്ട് കുറെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ, അച്ഛന് മക്കളെ കാണുമ്പോ എന്ത് സന്തോഷാവുന്നറിയോ? എലിഞ്ഞു. പിന്നെ കുറച്ച്. അവിടെ നല്ല ഫുഡൊന്നും ഇല്ലല്ലോ. അമ്മ എന്തെങ്കിലും കഴിക്കാൻ വേഗം എടുക്കാവേ. എന്താ അമ്മ വിളിച്ചേ? അല്ല, ഞാൻ അവിടെ ഒന്ന് നോക്കിയപ്പോ ഈ കോലത്തിലല്ലായിരുന്നല്ലോ. ആയിരുന്നല്ലോ. അല്ലല്ലോ ലച്ചു, ഞാൻ കണ്ടതല്ലേ നിന്നെ. അല്ലമ്മ, ഞാൻ ഈ കോലത്തിലായിരുന്നു. ഞാൻ പെട്ടെന്നൊരു കോള് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ഫോൺ എടുത്തിട്ട് പിന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നതാ. ഓടി അങ്ങോട്ട് പോയല്ലോ. അത് ബാത്റൂമിൽ പോകാൻ പെട്ടെന്ന് മുട്ടിയപ്പോ പോയതാ. അല്ല, പക്ഷെ ഈ കോല എങ്ങനെ വന്നെ? ഇവിടുന്ന് കയറി പോകുമ്പോ ഇതല്ലായിരുന്നല്ലോ കോല. ആയിരുന്നു, ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. അമ്മയ്ക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും. എനിക്കല്ലേ? ശിവ, നീ വല്ലതും കഴിക്കായിരുന്നോ? ഇല്ല, കുഴപ്പമില്ലാത്ത അമ്മ ഫുഡ് എടുക്കാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പൊ എടുക്കാം കേട്ടോ മക്കളെ. ഞാൻ വരണോ അടുക്കളയിലോട്ട്? വേണ്ട. എന്തായി പോണേ? എന്താ സംഭവം? എനിക്കൊന്നും കിട്ടിയില്ല. ആ കോലത്തിലെങ്ങാനും അമ്മ കണ്ടിരുന്നെങ്കിൽ അമ്മ എന്നെ തൂക്കിയേനെ. പല്ലി വെച്ചില്ല, പല്ലി വെക്കട്ടെ. സ്മെല്ലുണ്ടോ? ഭാഗ്യം, അമ്മയ്ക്കത് മനസ്സിലായില്ല. പിന്നെ മൊത്തത്തിൽ എനിക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണേ. അയ്യോ, കൊല്ലങ്ങളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിക്കുക. മൊത്തത്തിൽ മിസ്സിങ് അതല്ല, പിന്നെ റെഡി ആയിട്ട് വരുമ്പോഴേ കമ്മല്, പൊട്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ പറയണമെന്ന്. പെട്ടെന്ന് ഓർക്കൂല, അതാ. അതായത് താങ്കളൊരു ടോട്ടൽ കുലസ്ത്രീ അല്ലെങ്കിൽ പറയണമെന്നല്ലേ? അങ്ങനെയും പറയാം. പല്ലി വെച്ചിട്ട് വരാം. പോന്ന്. എന്തോന്നിട ഇതൊക്കെ? എന്തൊക്കെ കാണോ? കമോൺ, ഫുഡ് കഴിക്കാം. കുഴിപ്പള്ളത്താൻ എന്തെങ്കിലും ഉണ്ടാക്കിച്ചിട്ടുണ്ടോ? കുഴിപ്പള്ള